വളരെ പ്രതീക്ഷയോടുകൂടി കേരളം ഇന്ന് മത്സരം തുടങ്ങിയ പ്രതീക്ഷ കാക്കുവിധമായിരുന്നു വിദർഭയ്ക്കെതിരെ കേരളത്തിന്റെ ആദ്യ മണിക്കൂറിലെ പ്രകടനം. പ്രത്യേകിച്ചും 7 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റുകൾ വീണു വിദർഭയ്ക്ക് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ആ 2 വിക്കറ്റുകൾ വീണപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷ പുലർത്തുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതായത് 7 റൺസിന് 2 വിക്കറ്റ് പോയ വിദർഭ ഇപ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിലാണ്. ആദ്യ ഓവർ എറിഞ്ഞ അതായത് രണ്ടാം ഓവറിൽ തന്നെ മത്സരത്തിന്റെ കേരളത്തിന്റെ ബോളിംഗ് ഇന്നിംഗ്സിലെ രണ്ടാം ഓവർ എറിഞ്ഞത് ജലക് സക്സേനയാണ്. ജലക് സക്സേന എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ടായിരുന്നു കേരളം വിക്കറ്റ് വേട്ട തുടങ്ങിയത്. പാർത്ത് രഖാഡെ 1 റണ്ണിന് പുറത്താക്കി ബൌൾഡാക്കുകയായിരുന്നു സക്സേന. പിന്നാലെ ധ്രുവ് ഷോറെ 5 റൺസിന് പുറത്തായി. MD നിതീഷിനായിരുന്നു വിക്കറ്റ്. അങ്ങനെ 7 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിൽ തകർന്നു പോയി എന്ന് കരുതിയ വിദർഭയാണ് ഇപ്പോൾ കരുൺ നായരുടെയും ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ഡാനിഷ് മലബാറിന്റെ മികവിൽ ഇപ്പോൾ 2 വിക്കറ്റിന് 84 റൺസ് എന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നത്. എന്നോടൊപ്പം കേരളത്തിന്റെ അണ്ടർ 14 ക്രിക്കറ്റ് ടീം പരിശീലകൻ അഭിഷേക് മോഹൻ കൂടി ചേരുന്നുണ്ട്. അഭിഷേക്, നമസ്കാരം. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു ഘട്ടത്തില്? ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. മാച്ച് എന്തായാലും റിസൾട്ട് വരുമെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. എന്ന് വെച്ചാൽ വിശ്വസിക്കുക. അതാ ഞാൻ എന്റെ പിള്ളേടുത്തായാലും പറയുന്നത്, എപ്പോഴും വിശ്വസിക്കുക. ക്രിക്കറ്റാണ്, എപ്പോഴാണോ മാറാം, കളിയാണ്. ഇപ്പൊ തന്നെ ഈ പാർട്ണർഷിപ്പ് വന്നു പറഞ്ഞാൽ ഇതിലിപ്പോ എളുപ്പം ഈ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ ഇപ്പൊ എനിക്കൊന്ന് 5 ഓവറായി, ലാസ്റ്റ് ഓവറാന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കളിയിലോട്ട് വരാൻ പറ്റും. ഇപ്പോഴും ഒരു 100, 120, 110 റൺസ് ലീഡ് ആയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അഭിഷേക്, അപ്പൊ നമ്മൾ കരുതേണ്ടത് ടാർഗറ്റ് എത്രയായിരിക്കണം? ഇത്ര ഉള്ളിൽ നിന്നാൽ നമുക്ക് ജയിക്കാം അല്ലെങ്കിൽ പൊരുതാമെന്ന് കരുതേണ്ട സ്കോർ എത്രയായിരിക്കണം? എനിക്ക് തോന്നുന്നു 250 നമുക്ക് അവരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഈസി ആയിട്ട് ചേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് ഈ മാച്ചിൽ. അതിനുള്ള സമയം നമുക്ക് ഇനി ഉണ്ടോ? കാരണം ഇപ്പൊ ലഞ്ചായി, നാളെ ഒരു ദിവസമുണ്ട്, ഇനി ഇന്നത്തെ 2 സെഷൻ കൂടി. നമ്മളെപ്പോഴും വിശ്വസിക്കുക അതിനുള്ള സമയമാണ്. ഞാനിപ്പോഴും വിശ്വസിച്ചത് ഒരു 300 ടാർഗറ്റ് ആണെങ്കിലും നമുക്ക് നാളെ 50 ഓവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു 1 ഡേ മാച്ച് പോലെ തിരിച്ച് 6 റൺസ് പെർ ഓവർ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റും. നമ്മളെപ്പോഴും വിശ്വസിക്കുക. നമ്മൾ എന്തായാലും നമ്മള് വിശ്വസിച്ചുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇന്നിപ്പോ രഞ്ജി ട്രോഫി ഫൈനലിൽ കളിക്കാൻ പറ്റുന്നത്. ആ ടീമിലുള്ള എല്ലാ ആൾക്കാരും, കോച്ചും സപ്പോർട്ട് സ്റ്റാഫും എല്ലാവരും ഒരുമിച്ച് വിശ്വസിച്ചു നമ്മൾ ഈ വർഷം രഞ്ജി ട്രോഫി അടിക്കുമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫൈനലിൽ എത്തിയത്. അതുകൊണ്ട് ആ കളി കഴിയും വരെ ആ വിശ്വാസം ഉണ്ടായിരിക്കും. നമ്മൾ എന്തായാലും ജയിക്കും. ആരായിരിക്കും ഒരു കൃത്യമായിട്ടൊരു ട്രംപ് കാർഡ് ആയിരിക്കേണ്ടത്? ആരായിരിക്കും ഇന്ന് ബോളിംഗില്? ഇന്ന് ബോളിംഗിൽ എനിക്ക് തോന്നുന്നു സ്പിന്നേഴ്സ് തന്നെയാണ്. ജലക് സക്സേന, സർവാത്തെ, അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം. ഇപ്പൊ നിതീഷ് നന്നായിട്ട് എറിയുന്നുണ്ട്. നിതീഷ് ഇപ്പോഴും വന്നിട്ട് ആ ലാസ്റ്റ് ഓവർ ഇപ്പൊ നന്നായിട്ട് എറിയുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഇവര് 3 പേരായിരിക്കും എനിക്ക് തോന്നുന്നു ട്രംപ് കാർഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ജലജ് ഭായ് നന്നായിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും മാച്ച്. ഓക്കെ, ഇപ്പോ ഈ വിദർഭയിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ രാവിലെ നേരിയ തോതിൽ ഒരു തണുപ്പുണ്ടായിരുന്നു. അതിന്റെ ഒരു ആനുകൂല്യം സ്വിംഗിൽ ഉണ്ടായിരുന്നു തോന്നുന്നു, അല്ലെ ബോളർമാർക്ക്? അപ്പോൾ പക്ഷെ ഇപ്പോൾ വെയിലായി. അപ്പോൾ അത്രമാത്രം തുണ കിട്ടുന്നുണ്ടോ ബോളർമാർക്ക്? ബോളേഴ്സ് ഇപ്പൊ എനിക്കൊന്ന് കളിക്കുന്ന രണ്ടുപേരും കുറച്ച് സെറ്റായി. ബാറ്റ്സ്മാൻമാർ ഇപ്പൊ കരുണും മറ്റേ അടുത്ത ബാറ്റ്സ്മാൻ രണ്ടുപേരും ഇപ്പൊ സെറ്റായി. അപ്പൊ ഞാൻ പറയുന്നത് ഇനി കുറച്ച് ടൈറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ കുറെ നേരം ബോൾ കൊണ്ടിരിക്കുക. കുറച്ച് പേഷ്യൻസ് വേണ്ടി വരും വിക്കറ്റ് കിട്ടാൻ. നമ്മൾ വിചാരിക്കുന്ന എളുപ്പം നമുക്ക് അങ്ങോട്ട് കിട്ടത്തില്ല. പക്ഷെ റൺസ് പോവാതെ കുറച്ച് നേരം ടൈറ്റ് ആയിട്ട് എറിഞ്ഞ് ബൗണ്ടറീസ് അധികം കൊടുക്കാതെ ടൈറ്റ് ആയിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് ഒരു ബ്രേക്ക് ത്രൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ ബാറ്റ്സ്മാൻമാരെ എടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മളിവിടെ കണ്ടതും ഒരു വിക്കറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എളുപ്പം അടുത്ത വിക്കറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി പ്രതീക്ഷ വയ്ക്കുക. എളുപ്പം വലിയ റൺസ് കൊടുക്കാതെ ടൈറ്റാക്കി എറിഞ്ഞ് പോകാൻ നോക്കും.